നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇല്ല, സഞ്ജുവിനെ ഇന്നും ഇറക്കിയില്ല. എന്തായാലും ടോസ് ഇന്ത്യക്ക് നഷ്ടമായിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്ക ഇന്ത്യയെ ബാറ്റ് ചെയ്യാൻ വിട്ടിരിക്കുകയാണ്. ഡിയൊക്കെ ഉള്ള സാഹചര്യത്തിൽ ആദ്യം ബാറ്റ് ചെയ്യുന്നത് എത്രത്തോളം ഗുണകരമാകും എന്നുള്ളതൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിംഗ് നിര എന്ന് പറഞ്ഞാൽ അത് ബാറ്റിംഗ് പവർ ഹൗസാണ്. അത്തരത്തിലുള്ള ഒരു നിരയും കൊണ്ടാണ് സൗത്ത് ആഫ്രിക്ക ഇറങ്ങുന്നത് എന്ന കാര്യം കൂടി ഓർക്കണം. ഏതായാലും സഞ്ജുവിനെ ഇങ്ങനെ പുറത്തിരുത്തുന്നത് എത്രത്തോളം ശരിയാണ് എന്നൊരു ചോദ്യമുണ്ട്. ശുഭ്മൻ ഗില്ല് കളിക്കാൻ ഇറങ്ങുമ്പോൾ അദ്ദേഹം ഓപ്പണറായിട്ടുണ്ടാകുമ്പോൾ പിന്നെ സഞ്ജുവിന് ടോപ്പ് ഓർഡറിൽ സ്ഥാനം ഉണ്ടാവില്ല. അങ്ങനെയെങ്കിൽ മിഡിൽ ഓർഡറിൽ സഞ്ജുവിനേക്കാൾ നല്ലത് ജിതേഷ് ശർമ്മയാണ് ഫിനിഷ് ചെയ്യാൻ എന്നുള്ളതായിരിക്കും ഇപ്പോൾ ടീം മാനേജ്മെൻറ്റ് ചിന്തിച്ചിട്ടുണ്ടാവുക. എന്തായാലും സഞ്ജുവിനെ പുറത്തിരുത്താനുള്ള തീരുമാനത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്നാൽ ഇന്ത്യയുടെ പ്ലേയിങ് 11 ഇങ്ങനെയാണ്: അഭിഷേക് ശർമ്മ, ശുഭ്മൻ ഗില്ല്, തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, ശിവൻ ദ്യൂബെ, ജിതേഷ് ശർമ്മ, അക്സർ പട്ടേൽ, വരുൺ ചക്രവർത്തി, അർഷ്ദീപ് സിംഗ്, ജസ്പ്രീത് ബുംറ. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് 11 എങ്കിൽ സൗത്ത് ആഫ്രിക്കയുടെ പ്ലേയിങ് 11: എയ്ഡൻ മർക്രം, ക്വിൻ്റൻ ഡി കോക്ക്, ട്രിസ്റ്റൻ സ്റ്റബ്സ്, ഡേവിഡ് ബ്രവിസ്, ഡേവിഡ് മില്ലർ, ഡൊണോവൻ ഫെറീറ, മാർക്കോ യെൻസൺ. എന്തൊരു ബാറ്റിംഗ് നിരയാണത്! ദെൻ കേശവ് മഹാരാജ്, അൻഡ്രിക് നോർക്കിയ, ലൂത്തോ സിപ്പാംല, പിന്നെ ലുങ്കി എങ്കീഡി. ഇതാണ് അവരുടെ 11. എന്തായാലും ഇന്ത്യക്ക് ടോസ് ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഒരു തിരിച്ചടി ആവാതിരിക്കട്ടെ. മികച്ചൊരു ഇന്നിങ്സ് ഇന്ത്യക്ക് കാഴ്ചവെക്കാൻ കഴിയട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.